പ്രാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സാലഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു തായ് സ്റ്റൈലിലുള്ള മാംഗോ സാലഡ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, സാലഡ് ഭയങ്കര നല്ലതാണ്. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് സാലഡ് ഒരു ഇഷ്ട ഭക്ഷണമായിരിക്കും. ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഇത് സാലഡ് തന്നെ ഒരു 1,000 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു നല്ല ഒരു ടേസ്റ്റുള്ളൊരു സാലഡാണിത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് മാങ്ങ വേണം, പച്ചമാങ്ങ വേണം, പിന്നെ ഒരു ക്യാപ്സിക്കം വേണം, ഒരു ക്യാരറ്റ് വേണം, പിന്നെ ഒരു സവാള കഷ്ണം വേണം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ എല്ലാം നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആയിരിക്കണം, വാടിയതൊന്നും എടുക്കരുത്. മാങ്ങ എടുക്കുമ്പോൾ കുറച്ചൊരു ചനച്ച മാങ്ങയില്ലേ, കുറച്ചിങ്ങനെ മധുരം തുടങ്ങുന്നൊരു പരുവം, അതാണ് ബെസ്റ്റ്. അപ്പോൾ അത് നല്ല തിൻ സ്ലൈസസ് ആക്കിയിട്ട് ഇതുപോലൊരു തീപ്പെട്ടിക്കമ്പിൻ്റെ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരു മാങ്ങയുടെ ഒരു 2 സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാരറ്റ്, അതും ഏകദേശം ഒരു വലിപ്പത്തിൽ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം തിൻ സ്ലൈസസ് ആക്കാം. പിന്നെ വളരെ തിന്നായിട്ട് ഈ തീപ്പെട്ടിക്കമ്പ് പോലുള്ള വലിപ്പത്തിലുള്ള പീസസ് ആക്കാം. ഇനി അടുത്തത് ക്യാപ്സിക്കം. അപ്പോൾ ഈ സാലഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് റോ ആയിട്ട് തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അത് കുക്ക് ചെയ്ത് അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒന്നും നമ്മൾ കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഇതൊരു ശീലമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി സവാള വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. അതും ആദ്യം ഒന്ന് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ ചെറിയ കനം കുറച്ച് കട്ട് ചെയ്യാം, നീളത്തിലരിയാം. ഇനി കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ വിനീഗർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഹണി, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കണം. അതുപോലെ സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കിയിട്ട് അതും മാറ്റി വയ്ക്കണം. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സാലഡ് ഡ്രസ്സിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കണം. നല്ല വെറൈറ്റി ടേസ്റ്റുള്ളൊരു സാലഡ് തന്നെയാണിത്. ഒരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അധികമായിട്ട്, അതായത് തടി കൂടിയിട്ട് തടി കുറയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതായത് ഭക്ഷണത്തിന് മുമ്പ് ഒന്നുമില്ല, ഭക്ഷണമായിട്ട് തന്നെ ഒരു ബൗൾ സാലഡ് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പതുക്കെ വണ്ണം കുറച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.